കുടുംബസമേതം സ്വർഗത്തിലേക്ക്. അതെ, കുടുംബസമേതം സ്വർഗത്തിലേക്കുള്ള പാത നമുക്ക് തെളിയിച്ചു തരുന്നത് ലളിതവും വിജ്ഞാനപ്രദവും സരസവുമായ ക്ലാസ്സിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഖുർആൻ ഹദീസ് ക്ലാസുകൾ നടത്തുന്ന SLRC അതിൻ്റെ ഡയറക്ടർ KV അബ്ദുൽ ലത്തീഫ് മൗലവി ക്ലാസ് എടുക്കുന്നതിനായി അദ്ദേഹത്തെ സാദരം ക്ഷണിച്ചുകൊള്ളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉസല്ലി വ ഉസല്ലിമു അഫ്ളല സ്വലാത്ത് വ അസ്ക സലാം വ അത്തമ തസ്ലീം അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വ അസ്ഹാബിഹിൽ ഫായിദീന ബിദുല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. وأقبل بعضهم على بعض يتساءلون قالوا إنا كنا قبل في أهلنا مشفقين فمن الله علينا ووقانا عذاب السموم إنا كنا من قبل ندعوه إنه هو البر الرحيم. സ്നേഹം നിറഞ്ഞ ഉദ്ഘാടകൻ കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി M. മുഹമ്മദ് മദനി അവറുകളെ, KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് HE മുഹമ്മദ് ബാബു സെട്ട്, CB അബ്ദുറഹ്മാൻ കുട്ടി IPS, സദസ്സിലും സ്റ്റേജിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, കുടുംബസംഗമത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ വിഷയം കുടുംബമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചോളം അവർക്കൊരു കുടുംബത്തെക്കുറിച്ചുള്ള ധാരണയുണ്ട്. നമുക്കൊക്കെ നമ്മുടെ കുടുംബത്തെക്കുറിച്ചൊരു ധാരണയുണ്ട്. ഈ രണ്ട് ധാരണകൾ തമ്മിൽ പൊരുത്തപ്പെടുമ്പോൾ കുടുംബസമേതം സ്വർഗത്തിലെത്താൻ കഴിയും. നമ്മുടെ ധാരണ എന്തായിരിക്കണം? ഒരു മുജാഹിദായ ഒരാൾ ഒരു കുടുംബത്തെ തിരയുമ്പോൾ, കുടുംബമുണ്ടാകുന്നത് ഭാര്യാഭർത്താവിലൂടെയാണല്ലോ, ഒരു കുടുംബത്തെ തിരയുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ കാര്യം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വച്ചു. ലാ തസവ്വജൂഹുന്ന ലിമാലിഹിന്ന. കല്യാണം കഴിച്ചാൽ ഓൾ മരിച്ചാൽ എന്ത് കിട്ടും നോക്കിയിട്ട് കെട്ടണ്ട. മരിക്കേണ്ട മുമ്പ് കിട്ടുമല്ലോ. സാധാരണ ഭാര്യ മരിച്ചാലേ ഭാര്യൻ്റെ മുക്കാൽ നമ്മളെ കൈമലാവുള്ളൂ, അല്ലേ? ഭാര്യക്കായിട്ട് മുക്കാലുണ്ടാവില്ല, ഭാര്യൻ്റെ ബാപ്പൻ്റെതാ മുക്കാൽ. അപ്പം ആദ്യം അയാൾ തീരണം. അത് തീർക്കാൻ വേണ്ടി ഈ പെണ്ണെട്ടാൻ നിൽക്കണ്ട. ചിലർ മിക്കവാറും പെണ്ണെട്ടൽ പെണ്ണ് കാണാൻ വേണ്ടി വന്ന് പെണ്ണിന് ഇഷ്ടപ്പെട്ട മുറ്റത്തേക്ക് ഇറങ്ങല, കാരണവന്മാരെല്ലാം കൂടിയിട്ട് അതിർത്തി നോക്കാൻ. സ്ഥലത്തിൻ്റെ അതിർത്തി, പറമ്പിൻ്റെ അതിർത്തി, അല്ലേ? ഇയാളുടെ കോൽക്കാരനാ ഇവളെ വാപ്പ. അതുകൊണ്ട് ലാ തസവ്വജൂഹുന്ന ലിമാലിഹിന്ന, അവളുടെ പണം കിട്ടാൻ വേണ്ടി കെട്ടണ്ട. ഒന്നാമത്തെ നിർദ്ദേശം. ഇത് മുജാഹിദുകൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ട് മുമ്പ് മുസ്ലിം സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ചു. അത് മുജാഹിദ് പ്രസ്ഥാനം ഇതാ ഇത്രയും കാലം 100 വർഷക്കാലമായി സമൂഹത്തോട് പറയുന്നു, നിങ്ങൾ പണം കിട്ടാൻ വേണ്ടി കല്യാണം കഴിക്കരുത്. വലാ തസവ്വജൂഹുന്ന ലിജമാലിഹിന്ന, ഭംഗി കണ്ടുകൊണ്ടും കല്യാണം കഴിക്കരുത്. ഈ ഭംഗി എന്ന് പറഞ്ഞാൽ ശരീരഘടനയും തൊലിവെളുപ്പും, അതാണല്ലോ സാധാരണ ഒരാളുടെ കൺസെപ്റ്റിലെ ഭംഗി. ആ ഭംഗി നീ കണ്ടു കഴിഞ്ഞാൽ മടുക്കും, കുറച്ച് കാലം കണ്ടു കഴിഞ്ഞാൽ മടുക്കും, മനസ്സിലല്ലേ? അതുകൊണ്ടാവും കെട്ടണ്ട. ഏത് പെണ്ണ് കെട്ടിയോൻക്കും മടുക്കും. മനീഷ കൊയ്രാളിനെ കൊണ്ട് എന്നെ കെട്ടിച്ചാലും, എനിക്ക് ഒരാളെ പേരേ അറിയുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാ. ഏത് കൊയ്രാളിനെ കെട്ടിയാലും
കേട്ടോ. 4 ദിവസം കൊണ്ട് ആ ശരീരശാസ്ത്രം കണ്ടു കഴിഞ്ഞാൽ മടുക്കും, ഏത് മനുഷ്യർക്കും മടുക്കും. അതുകൊണ്ട് ഭംഗി കണ്ട് കെട്ടണ്ട. അങ്ങനെ ഇഖ്തറൂലി നുതുഫിക്കും, നിങ്ങളുടെ ഇന്ദ്രിയം എവിടെയാണ് വെക്കേണ്ടത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. നല്ല തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പ് ഏതാ തിരയേണ്ടത്? ഫൽഫർ ബിദാത്തിദ്ദീൻ, ധാർമ്മിക ബോധമുള്ള, അള്ളാഹിനെ ഭയപ്പെടുന്ന, ഏകനായ റബ്ബിന് വേണ്ടി ജീവിക്കുന്ന, റബ്ബിന് ജീവിതം സമർപ്പിച്ച ആൾക്കാണ് ദീനുള്ളവൾ എന്ന് പറയാം. ദീനുള്ള പെണ്ണിനെ നോക്കി കെട്ടണം. ദീനുള്ള പെണ്ണ് എന്ന് പറഞ്ഞാൽ 18 വയസ്സാകുമ്പോൾ കെട്ടുമ്പോൾ വലിയ ദീനൊന്നും ഉണ്ടാവില്ല, അത് നമുക്കറിയാം. സാറ 18 വയസ്സായ പെണ്ണിന് ഭയങ്കര സൗന്ദര്യത്തിൻ്റെ അതിൽക്കപ്പുറത്ത് തഖ്വയൊന്നും കയറൂല, ഖൗഫ് കയറൂല, ഖുശൂ കയറൂല, റജാ കയറില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകേണ്ട പല കാര്യങ്ങളും ഈ 18 വയസ്സ് കയറൂല. 18 വയസ്സിൽ സൗന്ദര്യബോധ, എപ്പോഴും കണ്ണാണ്ട് വിളിക്കുക, മുടി അങ്ങോട്ടാക്കുക, മറ്റത് ഇങ്ങോട്ടാക്കുക, വെറുതെ ഷാളിട്ടിട്ട് ഇങ്ങോട്ടിടുക, വെറുതെ അങ്ങോട്ട് നടക്കുക, വെറുതെ ഇങ്ങോട്ട് നടക്കുക. കണ്ടില്ലേ 18 വയസ്സായ പെണ്ണോളിപ്പോൾ വലിയ തഖ്വയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഓ കുടുംബ പശ്ചാത്തലം തഖ്വയുള്ളതായിരിക്കണം, ആ കുടുംബ പശ്ചാത്തലം ദീനുള്ളതായിരിക്കണം. മനസ്സിലായില്ലേ? ഓളെ ബാപ്പയും അവളുടെ ഉമ്മയും അവളുടെ തലമുറകളും ദീനുള്ളവരായിരിക്കണം, തൗഹീദിനെ സ്നേഹിക്കുന്നവരായിരിക്കണം. തൗഹീദ് അതൊരു വിഷയാക്കണ്ടെന്ന് പറയല്ല. സ്വർഗത്തിലേക്ക് പോകണ്ടേ കുടുംബസമേതം? എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം പാലിച്ചേ പറ്റൂ. എന്താ റസൂലുള്ളാഹിന്റെ നിർദ്ദേശം? ഫൽഫർ ബിദാത്തിദ്ദീൻ, തൗഹീദുള്ളവരെ കെട്ടണം. തൗഹീദുള്ള കുടുംബത്തിൽ പോയി കയറണം, പൈസ ഉള്ള കുടുംബത്തിലല്ല. ഒരുപാട് സൗന്ദര്യം വേണമെന്ന് ആഗ്രഹിക്കല്ല. സൗന്ദര്യം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്, പലർക്കും പലതരം കൺസെപ്റ്റായിരിക്കും സൗന്ദര്യത്തെക്കുറിച്ച്. പക്ഷേ ഇസ്ലാമിനൊരു കാഴ്ചപ്പാടെന്താ അറിയോ? പെണ്ണ് നല്ല പെണ്ണായിരിക്കണം. എന്താ ഒരു പെണ്ണിൻ്റെ മടുക്കാത്ത സ്വഭാവം എന്നറിയോ? ഫസ്സാലിഹാത്തു ഖാനിതാത്ത്, നല്ല വിനയം. മരണം വരെ ഓളം മടുക്കൂല നിങ്ങൾക്ക്, നല്ല വിനയമുള്ള പെണ്ണാണെങ്കിൽ, അല്ലേ? ഇപ്പം നമ്മൾ കെട്ടിയത് കുറച്ച് മുക്കാലുള്ള ജാതിയാണെങ്കിൽ അതിന് അത്ര വലിയ വിനയമൊന്നും ഉണ്ടാവില്ല, സംശയിക്കൊന്നും വേണ്ട. നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചാൽ സാധാരണ ഫിലോസഫേഴ്സ്, ഗ്രീക്ക് ഫിലോസഫേഴ്സൊക്കെ പറഞ്ഞിട്ട് ഈ ഫൽസഫൻ്റെ ആളുകൾ ഈ കുടുംബത്തെക്കുറിച്ച് ചർച്ച ചെയ്തവൻ പറഞ്ഞു, പുരുഷൻ എന്ന് പറഞ്ഞാൽ തലയും കഴുത്തുമായി നിൽക്കണം. തലയും ആവണം ഓൻ തന്നെ, കഴുത്തും ഓനാവണം. ചിലർ തല ഓനും കഴുത്തും ഓളും ആയിക്കോളും, പിന്നെ കുടുംബജീവിതം സമാധാനമാവില്ല. മനസ്സിലായില്ല? തല പുരുഷൻ, കഴുത്തോളും. അപ്പം കഴുത്ത് പറയണം, നല്ല തല തിരിയുള്ളൂ. കഴുത്ത് എങ്ങോട്ട് തിരിക്കണം എന്ന് പറയുന്നുവോ അങ്ങോട്ടേ തല തിരിയുള്ളൂ. പുരുഷൻ എന്താവണം? കഴുത്തും തലയും ഓനാവണം. ചില പുരുഷന്മാർക്ക് വലിയ വർത്താനൊക്കെ പറയും, ഞാൻ എൻ്റെ ഭാര്യ, ഞാൻ അള്ളാഹിൻ്റെ ദീനിനനുസരിച്ച് ഞാൻ വളർത്തുന്നതാണ്, ഞാൻ പറയുന്നതാണ് അവസാന വാക്ക് എന്നൊക്കെ പറയും, അല്ലേ? ഒരാൾ പറഞ്ഞു ഓൾ എന്ത് പറഞ്ഞാലും അവസാന വാക്കിൻ്റെതാണ്. അപ്പോൾ മറ്റോ ചോദിച്ചാൽ എൻ്റെ അവസാനത്തെ വാക്കെന്താ ചോദിച്ചു? ഒന്നുമില്ല, ആയിക്കോട്ടെ എന്ന് പറയുന്നു. എന്നാൽ ഓള് പറഞ്ഞ പോലെ ആയിക്കോട്ടെ എന്ന്. അത് മൂപ്പരുടെ അവസാനത്തെ വാക്കാണെന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും എന്ത് തീരുമാനങ്ങളുടെ അവസാന വാക്ക് അദ്ദേഹത്തിൻ്റെ അന്നാ. അദ്ദേഹം പറഞ്ഞ ആയിക്കോട്ടെ എന്ന് പറയും, ഓള് പറയും പോലെ. വിനയമുള്ള പെണ്ണ് എന്ന് പറഞ്ഞാൽ മരണം വരെ മടുക്കൂല, ഒരിക്കലും മടുക്കൂല, ഭയങ്കര ഇഷ്ടാവും ഉണ്ടോ. അത് അങ്ങനെയുള്ള പെണ്ണാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ട വിത്ത് കേട്ടോ. നല്ല വിനയമുള്ളവളായിരിക്കണം. ഇപ്പം നമ്മൾ വലിയ വീടുണ്ടാക്കി, പുൽമേടുകൾ വിരിച്ചു, വീട്ടിൻ്റെ അകത്തെല്ലാ സൗഭാഗ്യങ്ങളും ഒരുക്കി, എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉണ്ട്. പക്ഷെ അതിനകത്ത് താമസിക്കുന്ന ആളുകൾക്ക് മനസ്സമാധാനമില്ല, ഉണ്ടോ? പരസ്പരം ഒരു സ്നേഹവും ഇല്ല, കുറേ പൈസ ഉണ്ട് എന്നല്ലാണ്ട് കേട്ടോ. അതുകൊണ്ട് ദീനുള്ള പെണ്ണെ കെട്ടണം. പണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട, സൗന്ദര്യത്തിനും വലിയ പ്രാധാന്യം കൊടുക്കണ്ട. സൗന്ദര്യം എന്ന് പറഞ്ഞ് ഉണ്ടായിപ്പോയി എന്നുള്ള ഓളെ കുറ്റമല്ല. പക്ഷെ സൗന്ദര്യമുള്ളൊരു പെണ്ണിന് 18 വയസ്സിൻ്റെ ഉള്ള സമയത്ത് തക്കവ ഉണ്ടാവില്ല. 28 വയസ്സാകുമ്പോൾ കൂടും, 38 വയസ്സാകുമ്പോൾ കൂടും, 48 വയസ്സാകുമ്പോൾ കൂടും, 58 വയസ്സാകുമ്പോൾ കൂടും. എന്താ കാരണം? സൗന്ദര്യം കുറഞ്ഞ് വരുന്നു. അപ്പം തക്കവ അങ്ങനെ കയറി വരും. 18 വയസ്സിലെ സൗന്ദര്യമല്ല 28 കുറഞ്ഞ്, 28 സൗന്ദര്യമല്ല 38 കുറഞ്ഞ്. അപ്പം തക്കവ അങ്ങനെ കയറും. അതെന്താ കാരണം? ധാർമ്മികമായ പശ്ചാത്തലത്തിൽ വളർന്ന കുട്ടിയാണ്, നല്ല വിനയമുള്ള പെണ്ണായിരിക്കണം കെട്ടുന്നത്. ഇനി ഓളുടെ വിനയം പോക്കാൻ നിങ്ങൾ തീരുമാനിക്കരുത്. ചില ആളുകൾ ഭാര്യ നല്ല പാവപ്പെട്ട സാധുവായ വിനയമുള്ള പെണ്ണായിരിക്കും കെട്ടിക്കൊണ്ടിരുമ്പോൾ. ഈ പുരുഷൻ എങ്ങനെയാ പെരുമാറുക എന്ന് ചോദിച്ചാൽ മൃഗത്തോട് പെരുമാറും പോലെ സംസാരിക്കും പോലൊക്കെ സംസാരിക്കുന്ന ആണുങ്ങളുണ്ട്, അല്ലേ? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
മാ അക്രമൻ നിസാ ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. മാന്യന്മാരായ ഭർത്താക്കന്മാർ ഭാര്യമാരെ ബഹുമാനിച്ചുകൊണ്ട് മാത്രമേ പെരുമാറുകയുള്ളൂ. നിന്ദ്യന്മാരും നീചന്മാരുമായ ഭർത്താക്കന്മാരാണ് ഭാര്യമാരെ നിന്ദിച്ചും ചവിട്ടിത്തേച്ചും സംസാരിക്കുന്നവർ. ഒരിക്കലും അള്ളാഹിൻ്റെ മാന്യന്മാരായ ഭർത്താക്കന്മാരാകാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഓരോ ഭർത്താവും തയ്യാറാവണം. ഞാനടക്കമുള്ള ആളുകൾ. എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. എൻ്റെ ഭാര്യ എൻ്റെ സ്റ്റുഡൻ്റാണ്, 30 എൻ്റെ സ്റ്റുഡൻ്റാണ്, ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ കൊണ്ടുനടക്കുന്നത് വെറുതെ കൊണ്ടുനടക്കുന്നത്, ഞാൻ കീടെന്നോണ്ടച്ചിട്ട് കൊണ്ടുവന്നൊന്നല്ല. ഞാൻ ഇന്നലെ വന്നാണല്ലോ, അപ്പം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓൾ ഇവിടെ കേൾക്കേണ്ടത് അല്ല, ഇന്നെ പുറത്തേക്കണ്ട് കിട്ടിയാൽ ഓളെന്ന് പറയും, നിങ്ങൾ മുമ്പ് ഈ സാധാരണഗതിയിൽ വേണ്ടാത്തൊന്നും പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളെപ്പോലുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ചെയ്യാൻ കഴിയില്ല. കാരണം എവിടെ നോക്കിയാലും അസ്സലാമു അലൈക്കും വലൈക്കും സലാം, അനങ്ങാൻ കഴിയില്ല. ബ്ലോക്കാക്കുക എന്നാ പറയാ ഇത്. അപ്പം അതുകൊണ്ട് നമ്മളെ ഭാര്യ നമ്മൾ കൊണ്ടുവന്നുണ്ട്. എൻ്റെ ഭാര്യ ഇവിടെ ഇത് കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ എങ്ങനെ തിരഞ്ഞെടുക്കണം, എന്ത് വിത്തായിരിക്കണം, വിനയമുണ്ടാവണം. അവൾക്ക് വിനയം പോക്കരുത് നമ്മൾ അവളെ നിന്ദിച്ചിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളിൽ ഉത്തമൻ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. നാട്ടിലുള്ള മനുഷ്യന്മാരോട് മുഴുവനും നന്നായി പെരുമാറുന്ന ഒരുപാട് ആളുകളുണ്ട്. ഭാര്യയോട് ക്രൂരമായി പെരുമാറുന്ന ചില ഭർത്താക്കന്മാർ പുറലേക്ക് വരുമ്പോൾ ഭാര്യമാരെ നെഞ്ഞ് അവലിടിക്കുമ്പോൾ ഇടിക്കും. ഓൻ്റെ പടച്ചോനെ വരുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാകുക എന്നറിയില്ല അല്ലേ? അങ്ങനെയാണോ വേണ്ടത്? അല്ലാൻ്റെ പടച്ചോനെ മൂപ്പര് വരുന്നുണ്ട്, സന്തോഷാവണം അല്ലേ? എന്നാൽ അതുപോലെ തന്നെ നല്ല വിനയുള്ള പെണ്ണുങ്ങൾ ഭർത്താവ് അകത്തേക്ക് വരുമ്പോഴേക്ക് തന്നെ വാതിൽ തുറന്ന് കാത്തിരുന്ന് കയ്യിലുള്ള സാധനങ്ങൾ വാങ്ങി അങ്ങനെ ചെയ്യണ്ട്. അല്ലാണ്ട് വായിലാണ്ട് തുറന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവല്ല. ചിലർ വാതിൽ തുറന്നിട്ട് അകത്തേക്ക് പോകും, എന്നിട്ട് നമ്മളതും പിടിച്ച് കളിച്ച് പോവുക അല്ലേ? എത്രയോ പ്രയാസം തോന്നൂലേ? ആ വിനയുള്ള പെണ്ണാണെങ്കിൽ അതൊക്കെ വാങ്ങി മുത്തേ, എന്തൊക്കെ വാങ്ങി മുത്തേ എന്നൊക്കെ ഓൾ ചോദിക്കണം. അത് കല്യാണം കഴിഞ്ഞ ഉടനല്ല. മുത്തേ സത്തേ മൊഹബത്തിൻ്റെ മുത്തേ എന്നൊക്കെ വിളിക്കുന്ന കല്യാണം കഴിഞ്ഞ ആദ്യകാലമല്ല, മരണം വരെ അതായിരിക്കണം. മരിക്കുന്നത് വരെ ഭാര്യമാരെ നിന്ദിക്കരുത്, അവളെപ്പാനെ ചീത്ത പറയരുത്, അവളമ്മാനെ ചീത്ത പറയരുത്, അവളും ചീത്ത പറയരുത്. അവളെ നിങ്ങൾ സ്നേഹം കൊണ്ട് ഭരിക്കുന്ന ഭർത്താവായിരിക്കണം. സമാധാനത്തോടു കൂടി ഇന്നാലേ സ്വർഗത്ത് പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ ഓളും ഉണ്ടാവില്ല, ഓളെ മനസ്സിൽ നിങ്ങളും ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞു എന്നല്ലാണ്ട്. അപ്പം കല്യാണം കഴിഞ്ഞ ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെയാ പോയിരുന്ന ഭാര്യയും ഭർത്താവും? സ്കൂട്ടർമേലൊക്കെ പോകുമ്പോൾ മലമ്പാമ്പ് പിടിച്ചായിരിയ പിടിക്കുക. വേറെ ആരും നാട്ടിൽ കല്യാണം കഴിച്ചില്ലാത്ത മാതിരിയാ ഓളെ പിടുത്തം അല്ലേ? കല്യാണം കഴിഞ്ഞൊരു 4-5 കൊല്ലം കഴിഞ്ഞാലോ ഓളെ പിടുത്തം മാറി. ഓള് കൊട കൊളത്തിയായിരിക്കുക പിന്നെ അല്ലേ? കൊട കൊളത്തിയായിരിക്കും ഇങ്ങനെ ഭർത്താവിൻ്റെ തോളിൽ ഇങ്ങനെ കൊളത്തി സ്കൂട്ടറിൻ്റെ ബാക്കിൽ ഇങ്ങനെ കുത്തിരിക്കും. ഒരു 15 കൊല്ലം കഴിഞ്ഞാണെങ്കിലോ അതും വിട്ട് കമ്പിമ മാത്രമാണ് പിടിക്കുക. അയാളെ പിടിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി കേട്ടോ. അപ്പോൾ എന്തായാലും കാരണം സ്വഭാവ ദൂഷ്യമാണ്. ലോകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉന്നതന്മാരും അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരുമായി തീരാൻ ഭാര്യമാരോട് നന്നായി പെരുമാറുക, ഭാര്യയോട് സലാം പറയുക. നാട്ടിലുള്ള എല്ലാവർക്കും സലാം ചെല്ലും ചെലോല് അല്ലേ? ഇപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാരെ കണ്ടാൽ സലാമലൈക്കും എന്നുകൊണ്ട് കുലുക്കും അല്ലേ? അല്ലേ? ഭാര്യനെ കണ്ടാൽ സലാം ചെല്ലൂല. ഇനി അഥവാ സലാം ചെല്ലിയാലോ ഓളെന്ത് പറയും? ഓള് സലാം അടക്കൂല. നിങ്ങളെപ്പോലുള്ളോണ്ട് കൊഞ്ചിക്കോൾ, എന്നോട് കൊഞ്ചാക്കണ്ട അറിയും. കാരണം അതൊരു കൊഞ്ചലായിട്ട് അവൾക്ക് കാണുന്നത് ശരിയല്ലേ? അതുകൊണ്ട് ധാർമ്മികമായ രംഗത്ത് അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട നിലക്ക് ഞാനും നിങ്ങളും ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുക. അവളുടെ സന്തോഷവും അവളുടെ ആനന്ദവും അവളുടെ ആഹ്ലാദവും ധാർമ്മികമായി പരിഹരിക്കുക. അതല്ലാണ്ട് ഓള് പറയുന്ന മുഴുവൻ കാര്യം ചെയ്തു കൊടുത്തിട്ട് മാന്യനാവുക എന്നുള്ളതല്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കഴുത്തോളും തലങ്ങളും ആവരുത്. അർറിജാലു ഖവ്വാമുന അല നിസാ. നീതിയുക്തമായി ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം നിയന്ത്രിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകണം കേട്ടോ. അങ്ങനെയാ പോകേണ്ടത്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം? നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകേണ്ട ആൾക്കാർ കല്യാണം കഴിഞ്ഞു, അപ്പം എങ്ങനെ ജീവിക്കണം? റസൂലുള്ള വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കേണ്ടത് ഹുന്ന ലിബാസുല്ലക്കും വാൻതും ലിബാസുല്ലഹുന്ന്, പരസ്പരം വസ്ത്രങ്ങൾ പോലെ ജീവിക്കുക. ഭർത്താവിൻ്റെ വസ്ത്രം ഭാര്യയും ഭാര്യൻ്റെ വസ്ത്രം ഭർത്താവും. അങ്ങനെയാണോ? ഇപ്പോൾ വസ്ത്രം എന്തിനുള്ള? വസ്ത്രം
നമുക്ക് സൗന്ദര്യമുണ്ടാവണം, നമ്മുടെ ഔറത്ത് മറയണം, അല്ലേ? നമുക്ക് ചൂടും തണുപ്പും രക്ഷപ്പെടണം. 3 കാര്യം വേണ്ടേ വസ്ത്രം കൊണ്ട്? അത് ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് കിട്ടണം, ഭാര്യയിൽ നിന്ന് ഭർത്താവിനും കിട്ടണം, ഭർത്താവിന് ഭാര്യയിൽ നിന്ന് കിട്ടണം. അവൾ സംരക്ഷണമേകണം, അവളുടെ അഭിമാനം ചോരരുത്, അവൾക്ക് അങ്ങേറ്റത്തെ ഷെൽട്ടർ നൽകണം, സമാധാനം നൽകണം, സ്നേഹം നൽകണം. ഇതൊക്കെ കൊടുക്കാൻ ആകെ ഒരാളുള്ളൂ, ഭർത്താവുള്ളത് മറക്കരുത് കേട്ടോ. അങ്ങനെ ഭാര്യയെ ഭർത്താവ് സ്നേഹിച്ചും ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചും പരസ്പരം വസ്ത്രങ്ങളെപ്പോലെ ജീവിക്കുമ്പോൾ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തരുത്. അപ്പം വസ്ത്രം കീറിപ്പോവും അല്ലേ? നമ്മൾ ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ മുത്തേ സത്തേന്ന് വിളിച്ച നമ്മൾ, അല്ലെങ്കിൽ ഓളവിടെ ഉള്ള വെച്ചാൽ അവിടെ നിന്നാൽ നമ്മൾ, പിന്നീട് നമ്മൾ വരൂല. ഓളും അങ്ങനെ തന്നെ. നിങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ വെറുതെ ഓളെ വിളിച്ചു നോക്കേണ്ടി, നിങ്ങൾ വിളിക്കാണ്ടിയും വരും നിങ്ങളടുത്ത്, നിങ്ങൾ എന്നെ വിളിച്ചീനെ ചോദിച്ചിട്ട്. കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് നിങ്ങൾ വിളിച്ചേമ വിളിച്ചാലും ഓള് പറയും മുണ്ടാട്ട് എന്നോളി, ഇത് വിളിക്കാട്ടെ, ഞാൻ അങ്ങോട്ട് വരും, പണി അങ്ങോട്ട് കയ്യട്ടെ അറിയും അല്ലേ? അപ്പം നിങ്ങൾ എന്ത് പറയും? അവസാനത്തെ വാക്കുങ്ങളതല്ലേ, ആയിക്കോട്ടെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ വിഷയം ഏറ്റവും മനോഹരമായ പെരുമാറ്റ രീതി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ ഭാര്യമാരെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഖൈറു നിസായിക്കെന്ന് പറഞ്ഞു റസൂലുള്ളാഹ്. സ്വർഗത്ത് പോകേണ്ട പെണ്ണ് ആരാണ്? സ്വർഗത്ത് പോകേണ്ട പെണ്ണാണല്ലോ. നമ്മളെ കുടുംബജീവിതം ഇങ്ങനെ ജീവിച്ച് സ്നേഹത്തോടു കൂടി ജീവിച്ച് വളരെ സന്തോഷപൂർവ്വം ജീവിച്ചിട്ട് നമ്മൾ പോകേണ്ടത് സ്വർഗത്തിലേക്കാണ്. അങ്ങനെ പോകുന്ന ഒരാൾക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പെണ്ണിനുണ്ടാവേണ്ട ക്വാളിറ്റി റസൂലുള്ളാഹ് പറയുകയാണ്, ഖൈറു നിസായിക്കും അൽ വലൂദ് അൽ വദൂദ്. നല്ല പെണ്ണ്, സ്വർഗത്തിലേക്ക് പോകേണ്ട ഏറ്റവും നല്ല പെണ്ണ്, അവള് ഏറ്റവും കൂടുതൽ അൽ മുവാസിയത്ത്, ഭർത്താവിനെ ആസ്വദിപ്പിക്കുന്ന പെണ്ണാണ്. എങ്ങനെയാ ഭർത്താവിനെ ആസ്വദിപ്പിക്കുക? ഭർത്താവിന് മെസ്സേജ് ചെയ്ത് കൊടുക്കുക, മസാജ് തലയിലൊക്കെ, കാലിന് കൈക്കൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുക, മനസ്സിലല്ലേ? അപ്പം നമ്മളെ പെണ്ണുങ്ങളുടെ അറിയാം, ഞാൻ മാത്രം ഒയ്യ, മൂപ്പർ ഒയ്യണ്ടത്, അങ്ങോട്ട് ഒഴിഞ്ഞോ? നമ്മളിപ്പോൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇസ്ലാം അങ്ങനല്ല പറഞ്ഞത്, പരസ്പരം മുത്തവാസിയത്തായിരിക്കും എന്നാ പറഞ്ഞത്. ഏത്? പരസ്പരം നിങ്ങൾ ആസ്വദിപ്പിക്കുക, രണ്ടു കൂട്ടരും. നിങ്ങൾ കണ്ടില്ലേ ചില ബാർബർ ഷാപ്പിലൊക്കെ ഇപ്പോഴത്തെ ബീഹാരികൾ തല വെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ ആക്കും, നമ്മളെ പൊറാട്ട കുഴക്കും പോലെ തല കുഴച്ച്, അപ്പം എല്ലാവരും സുഖം അല്ലേ? അപ്പം നമ്മളെ ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെ അങ്ങനെ കളിക്കാൻ തുടങ്ങുമ്പോഴോ അതൊക്കെയാണ് സന്തോഷം. മറ്റതുണ്ടല്ലോ, ഏത്? ആ സെക്സ് പറഞ്ഞതാണോ, അത് കുറച്ച് കഴിഞ്ഞാൽ മതിയാവും കേട്ടോ. അത് മനസ്സിലാവില്ല ആർക്കും. ഇതാണ് വേണ്ടത്. അതുപോലെ തന്നെ അളവറ്റ സ്നേഹം അൽ വദൂദ്. നല്ല ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അളവറ്റ സ്നേഹം കാണിക്കണം. സ്നേഹം കാപ്പട്ടിയാവരുത്, കൃത്രിമമാവരുത്. നമ്മളടുത്തുള്ള പൈസ, പോക്കറ്റിലുള്ള പൈസ തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സ്നേഹമല്ല. ഇപ്പം നിങ്ങൾ ഭാര്യനെ അണിമൂണോ അല്ലെങ്കിൽ എങ്ങോട്ടേ ഊട്ടിക്കോ എങ്ങോട്ടേയും കൊണ്ടുപോകാന്ന് വിചാരിച്ചോ, ഓൾ നിങ്ങൾ കാറിങ്ങനെ ഓട്ടുമ്പോൾ ഓൾ നാരങ്ങ തൊലിച്ച് തൊള്ളയിലിട്ട് തരും ഡ്രൈവ് ചെയ്യണം നിങ്ങൾക്ക് അല്ലേ? ഡ്രൈവ് നല്ല ഉഷാറായിക്കോട്ടെ ചെയ്തേ, ഇടയ്ക്കിടയ്ക്ക് നാരങ്ങ ഒളിച്ചു തരും. പിന്നെ പലതരം അപ്പങ്ങളും വായലിട്ട് തരും അല്ലേ? ഇങ്ങോട്ട് മടങ്ങുമ്പോഴോ, നിങ്ങൾ ഇങ്ങോട്ട് മടങ്ങുമ്പോൾ ഓള് കാണാം, എന്താ എനിക്ക് പറ്റിയ? ഒന്നുമില്ല അല്ല, എന്നാലും ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ, ഇപ്പം ഞെട്ടിപ്പോവും. എന്താ കാരണം ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പോരായ്മയാണ് അവിടെ. അങ്ങോട്ട് പോകുമ്പോഴല്ല ഇങ്ങോട്ട് വരുമ്പോൾ അല്ലേ? അങ്ങനെ മോനെ കൊണ്ടുപോയില്ലേ? അതാ മൂപ്പര് വരെ കൊണ്ടുപോയിരിക്കുന്നു, മൂപ്പർക്ക് മനസ്സിലായി. നമ്മളെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന മൂപ്പർക്ക് വരെ മനസ്സിലായിരിക്കുന്നു അങ്ങോട്ട് പോകുമ്പോഴെ പോലെ എല്ലാം ഇങ്ങോട്ട് വരുമ്പോൾ അല്ലേ? എന്താ കാരണം? കുറഞ്ഞു പോയി അല്ലേ? അപ്പം അത് പോരാ, കൃത്രിമം പാടില്ല. അൽ വദൂദ് അൽ വലൂദ് അൽ മുത്തവാസിയ, പരസ്പരം ആസ്വദിപ്പിക്കുക, പരസ്പരം അങ്ങേറ്റം സ്നേഹിക്കുക. അതോടൊപ്പം തന്നെ അൽ മുവാത്തിയ, നല്ല ക്ഷമാശാലിനിയായിരിക്കണം പെണ്ണ്, സാബിറത്തായിരിക്കണം, നല്ല ക്ഷമാശാലിനിയായിരിക്കണം, നല്ല വിനയമുള്ളവളായിരിക്കണം, നല്ലോണം സ്നേഹിക്കുന്നവളാകണം. ഇതൊക്കെ ഭാര്യക്ക് വേണ്ടി ചെയ്യണ്ട. മോശപ്പെട്ട ഭാര്യ, സ്വർഗത്തിലേക്ക് ഇല്ലാത്ത ഭാര്യ, നിങ്ങളെ കൂടെ സ്വർഗത്തിലേക്ക് ഇല്ലാത്ത ഭാര്യ. ചില ആൾക്കാർ നമ്മളോടൊക്കെ ചോദിക്കലുണ്ട്, മൗലവി ഇവള് തന്നെ ആയിരിക്കും നാളെ പരലോകത്ത്. ഞാനിങ്ങനെയൊക്കെ പണിയെടുത്തിട്ട് സ്വർഗത്തിലെത്തിയാൽ ഇവളായിരിക്കും അവിടെ. പേടിക്കണ്ട. ഇന്ന അൻഷൈനാഹുന്ന ഇൻസാൻ, മറ്റൊരു നിർമ്മാണം നടത്തിയിട്ടേ അവിടെ അള്ള കൊണ്ടുവരുള്ളൂ. നിങ്ങൾ ബേജാറാകണ്ട. ഇതല്ല,
സാധനം തന്നെ. പക്ഷേ ഇതിന് സ്വർഗത്ത് കയറിയാണ്ടല്ലോ, ഒരു പെണ്ണെങ്ങാനും സ്വർഗത്ത് കയറിയാൽ ഓളൊന്ന് ഭൂമിയിലേക്ക് നോക്കിയാൽ മതി. ഇപ്പം ഭൂമിയിൽ വെളിച്ചം വീണിയില്ലേ, ഒറ്റ സൂര്യനെ കൊണ്ട് അതേമാതിരി ഉണ്ടാവും. ലോകം മുഴുവൻ വെളിച്ചം വീഴ്ത്തിയത് അള്ളാൻ്റെ ഒരൊറ്റ വിളക്കാ. ഓണാക്കിയ സൂര്യൻ ഓണാക്കിയപ്പോൾ ലൈറ്റ് കത്തി, ലോകം മുഴുവൻ വെളിച്ചം കണ്ടു. ഇതുപോലെയാണ് സ്വർഗത്തിൽ കയറിയ ഒരു പെണ്ണ് സ്വർഗത്തുനിന്ന് ഭൂമിയിലേക്ക് എത്തി നോക്കിയാൽ ഭൂമി മുഴുവൻ പ്രകാശപൂരിതമാവും. പോരെ? അപ്പോൾ ചില ഭാര്യമാർ നമ്മളോട് ചോദിക്കലുണ്ട്, ഇയാൾ തന്നെ ആയിരിക്കും അവിടെ. വെറുപ്പിക്കലിൻ്റെ ഊക്കാണ്, ഭയങ്കര വെറുപ്പിക്കലാ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, സ്വർഗത്ത് പണ്ട പുരുഷന്മാരെ നിങ്ങൾ ലാ യഫ്റുഖ് മുഅ്മിനുൻ മുഅ്മിനത്തൻ, ഒരു മുജാഹിദായ പുരുഷൻ, ഒരു മുജാഹിദത്തായ മൂമിനായ പുരുഷൻ മൂമിനത്തായ പെണ്ണിനെ വെറുപ്പിക്കരുത്, ചൊറിഞ്ഞ് ചൊറിഞ്ഞ് സംസാരിക്കരുത്, അവളെ മെൻ്റൽ ടോർച്ചറി നടത്തരുത്. ലാ യഫ്റുഖ് മുഅ്മിനുൻ മുഅ്മിനത്തൻ, ഒരാൾ തൻ്റെ ഇണയെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വേദനിപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞെന്താ, ഇൻ കരിഹ ഖുൽഖൻ, ഒരു സ്വഭാവം നിനക്ക് അവളുടെ തൃപ്തമല്ലെങ്കിൽ റളിയ ഖുൽഖൻ ആഖറ, വേറെ സ്വഭാവം നിനക്ക് തൃപ്തമായതുണ്ടാവും. ആ തൃപ്തമായ സ്വഭാവത്തിൽ അവളുമായി സന്തോഷിച്ച് ആനന്ദിച്ച് ജീവിക്കുക. ഇതാണ് റസൂലുള്ള പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞുതരാം. നമ്മളെ ഈ ഭാര്യ എന്ന് പറഞ്ഞ സാധനമല്ലേ, അതിനൊരു വളവുണ്ട്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കിക്കൊണ്ടി. കല്യാണം കഴിച്ചോ ഇനിയിപ്പോൾ ഏതായാലും വളവുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഇനി പുറേ പോയാൽ വളവ് നോക്കിയാൽ മതി. കാണിച്ചു തരാം, വളവ് ഞാൻ കാണിച്ചു തരാം. ഖുലിഖത്ത് മിൻ ളിലൈന, ഇതിനൊരു വളവുണ്ട് സെട്ടിപ്പ് തന്നെ. അതെന്താ സെട്ടിപ്പുള്ള വളവ്? സെട്ടിപ്പുള്ള വളവ് നമ്മളെ നല്ലോണം സ്നേഹിക്കുവർ, ഒറ്റ വാക്കുകൊണ്ടെല്ലാം പോക്കി കളി. എല്ലാം നല്ല സ്നേഹമാണ് ഭാര്യയ്ക്ക്. നമ്മളെക്കാൾ സ്നേഹം സത്യത്തിൽ ഭാര്യയ്ക്ക് കേട്ടോ. നമ്മളെ ഭാര്യ ഇപ്പം 4-5 കൊല്ലം സുഖമില്ലാണ്ടൊക്കെ ഇടുന്നാൽ നമ്മൾ വേറെ കെട്ടാനുള്ള പരിപാടി നോക്കും. നേരെ മറിച്ച് നമ്മൾ 4-5 കൊല്ലം കിടന്നാണ്ടല്ലോ, ഒരിക്കലും ഓള് പറയില്ല ഞാൻ എന്താ കാട്ടൻ്റെ, ഞാൻ വേറെ ആളെ കൂടെ കല്യാണത്തിന് പോട്ടെ, നിങ്ങൾ തലാക്ക് എന്നാൽ ഇതൊന്നും ഓള് പറയില്ല. പറയോ? ഇല്ല. നേരെ മറിച്ച് നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, കല്യാണം ഓക്ക് സുഖമില്ലാണ്ടായ ഞാനിപ്പം ഇപ്പം ഇങ്ങനെപ്പം കിടന്നാലിപ്പം ഞാനിപ്പം എന്താണിപ്പം ചെയ്യപ്പം, അല്ലേ? നീ ഇങ്ങനെ എത്ര കൊല്ലായി കിടക്കണം. പുരുഷനും സ്ത്രീയും നമ്മൾ വ്യത്യാസം കണ്ട. പുരുഷൻ ഭയങ്കര സ്വാർത്ഥനാ, ഞാൻ പുരുഷനാണ് കേട്ടോ. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഓളെ കൊണ്ടന്റില്ല ഇന്ന്. ഇതൊക്കെ ഓള് കേട്ടാൽ ഇടങ്ങറാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ? ഉണ്ടോ? പക്ഷെ അണ്ടൂട്ടിന് സ്വർഗത്ത് പോകണമെങ്കിലോ കേൾക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും സുപ്രധാനമായ നിർദ്ദേശമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നല്ല പെണ്ണെന്ന് പറഞ്ഞാൽ അവൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള, വിനയമുള്ള, ക്ഷമയുള്ള, പരസ്പരം അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഇതായിരിക്കും. പക്ഷെ പെണ്ണിനൊരു സ്വഭാവമുണ്ട്, അവൾക്കൊരു വളവുണ്ട്. ആ വളവ് നിങ്ങൾ തിരിച്ചറിയണം. ഇപ്പം നമ്മൾ 1 HP മോട്ടർ വാങ്ങി, ഒരു 1 HP മോട്ടർ വാങ്ങിയിട്ട് 2 HP വെള്ളം തള്ളുമോ? ഇല്ലല്ലോ. സാധനം ഇത് 1 HP നമ്മുടെ അടുത്തുള്ള ഭാര്യ കേട്ടോ. അപ്പം അതിൽ കൂടുതൽ അതിന് പ്രതീക്ഷിക്കരുത്. അതിന് ഖുർആൻ ഉപയോഗിച്ച വാക്കെന്താ അറിയോ? വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ. ആണിനെയും പെണ്ണിനെയും അല്ലാഹു സൃഷ്ടിച്ചത് രാവിൻ്റെയും പകലിൻ്റെയും വ്യത്യാസത്തിലാണ്. രാവെന്ന് പറഞ്ഞാൽ ശാന്തതയുടെ ഭാവം, അത് പെണ്ണാണ്. പകലെന്ന് പറഞ്ഞാൽ പ്രവർത്തനക്ഷമതയുള്ള ഭാവം, അത് പുരുഷനാണ്. അപ്പൊ പുരുഷന്റെ ഭാവം പകലിൻ്റെ ഭാവം, സ്ത്രീയുടെ ഭാവം രാത്രിയുടെ ഭാവം, ശാന്തതയുടെ ഭാവം. രാത്രിക്ക് ശാന്തമായ ഭാവമല്ലേ ഉണ്ടാ. അപ്പൊ നമ്മൾ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു പുരുഷന്മാർക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്നത് 54.4 ഔൺസ് തലച്ചോറാ. ഒരു ആൺകുട്ടി ഇവിടെ ജനിച്ചു വീഴുമ്പം 54.4 ഔൺസ് തലച്ചോറ. ഒരു പെൺകുഞ്ഞിവിടെ ജനിച്ചു വീഴുമ്പം 49.4 ഔൺസ് തലച്ചോറാ കൊടുത്തത് എല്ലാ കുഞ്ഞിനും. എന്നിട്ട് ചോദിച്ചു അപ്പം എത്ര കുറവുണ്ട്? 4.4 ഔൺസ് തലച്ചോറ് കുറച്ച് വെച്ചേടില്ല അല്ല, അത് കുറച്ച് വെച്ചോണ്ടല്ലേ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഓളെ എടുത്തോണ്ടിരുന്ന് ചായത്തേക്ക് അപ്പുറത്തേക്കും അല്ലേ? ഗസ്റ്റിട്ടാ അടിച്ചു തരിക. മറ്റേ ഓളെന്ത് പറയണം?
നമുക്ക് രണ്ടാക്കുള്ളതാ പര, പകുതി നിങ്ങൾ അടിച്ചായിരിക്കോളി, പകുതി ഞാനും അറിയില്ലേ. ഞാൻ ഇന്നലെ തിരുമ്പിയ ഞാൻ അന്ന് നിങ്ങൾ ഇരുമ്പിക്കോളി പറയില്ലേ. ഇന്നലെ ചോറ് വെച്ചാൽ ഞാൻ അങ്ങൾ വെച്ചോളൂ ചോറ് അല്ലേ പറയില്ലേ. അത് പറയാത്തത് എന്തുകൊണ്ടാ അറിയോ, അത് അവൾക്ക് ഈ കുറവുണ്ടായതിനെ കൊണ്ടാണ്. അപ്പം അതിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ചില്ലേ. ചായ എടുത്തേക്കാൻ പറഞ്ഞാൽ ചായ എടുത്ത് വെച്ചു, പാവം എന്തെല്ലാം പണിയാണ്. ഉറക്ക് രാത്രി നിങ്ങൾ 12 മണിക്കൊക്കെ വന്നാൽ വായിൽ തുറന്നു തരും. എന്തുകൊണ്ടാ, നേരെ മറിച്ച് അവിടെ പുറത്തേക്ക് കയറി ആണുങ്ങളാണെങ്കിൽ അവിടെ പുറത്തുനിന്നോ ഇന്ന് വരണ്ട. ഇത് ഈ കുറവുണ്ടായതിനെ കൊണ്ട് ഐറ്റികൾ മുടിയും കെട്ടി വന്ന് തുറക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ. അർദ്ധ ഉറക്കിൽ മുടിയും കെട്ടി വന്നിട്ട് തുറന്നിട്ട് പാവം ഏതോ ഒരു ഹാലിലേക്കാണ് പോവുക. എന്താ കാരണം, അതിന് കാരണം അവർക്ക് ഈ അള്ളാഹു കുറച്ച് വെച്ചത്. അത് കുറച്ച് വെച്ചോണ്ടാണ് നമ്മളിതൊക്കെ തിരുമ്പിക്കൊണ്ടിരുന്നത്. എന്താണ് നമ്മൾ അടിവസ്ത്രമൊക്കെ മാറോട് ചേർത്ത് വല്ല മുസിയപ്പറ്റ കൊണ്ടുപോകും പോലെ കൊണ്ടുപോവുക അല്ലേ. നേരെ മറിച്ച് നമ്മളാണ് ഇങ്ങനെ കൊണ്ടുപോവുക. ഓൾത് ഞരവ എടുത്താൽ ഒരു കോലുമല് ഇതാ അല്ലേ. നിങ്ങളെവിടത്തൊന്നും ഇല്ലേ, നിങ്ങൾ ഇരുത്തക്കട്ടിക്ക് മനസ്സിലാവില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഭാര്യയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സാധനം പുരുഷനേക്കാൾ. പുരുഷൻ കല്യാണം കഴിഞ്ഞ ഉടനെയാണ് ഭയങ്കര സ്നേഹം. കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ കൊല്ലങ്ങൾ കഴിഞ്ഞതിനനുസരിച്ച് മൂപ്പർക്ക് കുറയാൻ തുടങ്ങും. കല്യാണം കഴിഞ്ഞ ഉടനെ മൂപ്പർ ഒരു പെണ്ണിനെയും വേറെ നോക്കൂല, ഒറ്റ പെണ്ണിന് നോക്കൂല, മൂപ്പര പെണ്ണിനെ മാത്രമേ നോക്കുകയുള്ളൂ. ഭയങ്കര സൗന്ദര്യമൊക്കെയാണ്, ഏറ്റവും നല്ല പെണ്ണോളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടെടുക്കുക കേട്ടോ. അത് പോരാ, ശ്രദ്ധിക്കുക. മരണം വരെ മുത്ത് റസൂൽ ഖദീജ റളിയല്ലാഹു അൻഹ ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ അവർ റസൂലുള്ളാഹിനോട് മാപ്പ് ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് വല്ല പ്രയാസവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ മാപ്പ് തരണമെന്ന് ഖദീജ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിന് മറുപടി നൽകിയ 2 ഇറ്റ് കണ്ണീര് കൊണ്ടായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അയ്യിമാ ഇംറാത്തിൻ മാതത് സൗജുഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന. ഏതെങ്കിലും ഒരു സ്ത്രീ മരിച്ചു പിരിയുമ്പോൾ, ഭാര്യ മരിക്കുമ്പോൾ ഭർത്താവ് ആ ഭാര്യയെക്കുറിച്ച് സംതൃപ്തനാണെങ്കിൽ ദഖലത്തിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഭർത്താവിൻ്റെ സന്തോഷവും സ്നേഹവും നേടിയെടുക്കാനായിരിക്കണം നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത്, മറികടക്കാനല്ല, ന്യായം പറയാനല്ല കേട്ടോ. എല്ലാ നന്മയും ചെയ്ത ഈ വളവ് കൊണ്ട്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ കുപ്പായം അലക്കിയിട്ടു, ഞാനത് ഇസ്തിരിട്ട് ഇട്ടപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചളി കണ്ടാൽ ഞാൻ എൻ്റെ ഭാര്യനോട് പറയാം, അല്ല ഇതിന് ലേശം ചളി ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞാൽ, സാധാരണഗതിയിൽ പെണ്ണെന്താ പറഞ്ഞത്, ചളി ഉണ്ടോ, ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ രണ്ടാമത് കഴുകട്ടോ എന്നൊക്കെ അല്ലേ പറഞ്ഞിട്ട്. നമ്മളെ പെണ്ണുങ്ങൾ അങ്ങനെയല്ല പറയാ, ചളിയുണ്ട് ഞാൻ കണ്ടിട്ടില്ല, ഇത് കാക്ക ഇരുന്നാണല്ലോ, ഞാൻ പറഞ്ഞില്ല കാക്കനോട് അവിടെ കുത്തിരിക്കാൻ. അപ്പം നമുക്ക് അടി സർഫാക്കാൻ തോന്നും അങ്ങനെ അല്ലേ. ഞാൻ പറഞ്ഞിട്ടല്ല കാക്ക അവിടെ കുത്തുന്നത്, അങ്ങനെയാണ് ഓള് പറയണ്ട്. എന്താ പറയണ്ട്, മുത്തേ ഞാൻ അപ്പം എടുത്ത് കൈ തരട്ടോ, ഞാൻ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വേണ്ട, ഞാൻ ശ്രദ്ധിച്ചില്ല പൊന്നെ, നമുക്ക് സന്തോഷമായില്ലേ, അങ്ങനെ പറയില്ല. അത് ഈ വളവാ. കാരണം ഇവിടുത്തെ പെണ്ണുങ്ങൾ പറയുമോ ഇല്ല എനിക്ക് അറിഞ്ഞൂടാ. ഇവിടുത്തെ പെണ്ണുങ്ങൾ പറയാൻ തീരെ സാധ്യമല്ല എന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസമുള്ള സ്ഥലം ഇവിടെയാണ്. ഭൗതിക വിദ്യാഭ്യാസമുള്ളടത്ത് വിനയം കുറയും. ധാർമ്മിക വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ എന്താവുള്ളൂ. ഇപ്പോൾ ഈ ഇരിക്കുന്ന SP അബ്ദുറഹ്മാൻ കുട്ടി സാഹിബ്, അദ്ദേഹം എൻ്റെ നാട്ടിൽ സൂപ്രണ്ടോ പോലീസായിരുന്നു. അദ്ദേഹം ഖുർആൻ പഠിച്ചപ്പോഴാണ് ഇക്വാലത്തിലായത്. അല്ലെങ്കിൽ അയാൾ ഓരോ പ്രതികളെയും വിളിച്ചിട്ട് കഴിവേരുടെ മോനെ എങ്ങോട്ട് മാറിക്കടാറി അല്ലേ. പിന്നെ മിമ്പറിൻ്റെ മുകളിൽ കയറിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു, ഊസിക്കും ഇബാദല്ലാ വയ്യായ ബിത്തക്കുവല്ലാ, ഞാൻ പറയിപ്പിച്ചു. കോഴിക്കോട് മൊയ്തീൻ പള്ളിയിൽ പറഞ്ഞു ഖുത്ബ, പട്ടാളപ്പള്ളിയിൽ പറഞ്ഞു. ഞാൻ ഖുത്ബ നടന്ന പുതിയറ പള്ളിയിൽ 100 ഖുത്ബകൾ നടത്തി. ഇപ്പം നടത്തുന്നുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ, കാരണം നിങ്ങളടുത്തേക്ക് വന്നല്ലോ. കോഴിക്കോട് പറഞ്ഞുണ്ടല്ലോ, മതത്തിന് ഭയങ്കര വളർച്ചയാണ്. ആണല്ലേ ഭയങ്കര വളർച്ചയാണ്. അള്ളാഹു കനിഞ്ഞരുളിയ സ്ഥലമാണ്. കാരണം പള്ളികൾ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം ഈ SLRC എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ പഠന കേന്ദ്രത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അത്രത്തോളം വളർന്നു വന്നു. കാരണം കോഴിക്കോടുമായുള്ള, ഞാൻ ഇവിടുത്തെ പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തിയല്ല കേട്ടോ, ഇവിടുത്തെ പെണ്ണുങ്ങൾ നന്നാവുകയാണെങ്കിൽ ദുനിയാവിൽ ഇത്ര നല്ല പെണ്ണുങ്ങൾ വേറെ ഉണ്ടാവില്ല, സംശയമില്ല. അതെന്താ കാരണം അറിയോ, ഭൗതിക വിദ്യാഭ്യാസം ഉണ്ട്, ധാർമ്മിക കൂടിയാണ് കയറിയാൽ മതി. അതെ,
ധാർമ്മിക വിദ്യാഭ്യാസത്തോട് കയറി കഴിഞ്ഞാൽ ഓലപ്പോളെ കാരണം ഓർക്ക് മനസ്സിലായല്ലോ. ഇപ്പം നിങ്ങളുണ്ടോ ഫിസിക്സ്, സുവോളജി, കെമിസ്ട്രി, ബയോളജി ഇതൊക്കെ പഠിക്കുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ സംസാരിക്കുമ്പോൾ തന്നെ ഒരു എക്സാമിന് പോയി വരികയാണ്. ഐ ഡു നോട്ട് വിത്ത് കമ്മിങ് യു, ഐ ഡു നോട്ട് വിത്ത് ഇങ്ങനെ ഒരു 2 ഇംഗ്ലീഷ് ആയിട്ട് നടക്കുക ചെയ്യുക അല്ലേ. പിന്നെ പെണ്ണുകുട്ടികളാണെങ്കിൽ എന്താ പറയുക, എങ്ങനെ പറയുക, ഇത് മുടി സ്റ്റെപ്പായിട്ട് വെട്ടുക. പെൺകുട്ടികൾ 18-19 വയസ്സൊക്കെ കേട്ടോ. എന്നിട്ട് ആദ്യത്തെ വെട്ട് കണ്ണിൻ്റെ ഇവിടെ തട്ടണം, അത് ഇവിടെ അങ്ങനെ തന്നെ. അതിൻ്റെ അടുത്ത വെട്ട് ചുണ്ടിൻ്റെ ഇവിടെ തട്ടണം, കറക്റ്റായിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ മുടി കണ്ണിൻ്റെ തല തട്ടും. അപ്പം ഇങ്ങനെ മറിയുള്ള ആടിൻ്റെ മാതിരിയാണ്, മറിയുള്ള ആടില്ലേ അതേമാതിരി കളിക്കും. അതുണ്ടാവും, നിങ്ങളെ പുരയിലൊക്കെ ഉണ്ടാവും, അത് പരിശോധിച്ച് നോക്കേണ്ടി. അപ്പം പെണ്ണെന്ന് പറഞ്ഞ സാധനത്തിന് വളവുണ്ട്, മനസ്സിലല്ലേ? ആ വളവിൽ നിന്ന് സന്തോഷവും സ്നേഹവും ആനന്ദവും നേടിയെടുത്തുകൊണ്ട് സ്വർഗം നേടണം. പണി അതാണ് നമ്മളത്, മുജാഹിദിൻ്റെ പണി അതാ. ഇനിയോ സ്വർഗം നേടാൻ ഇത്രയും നല്ല ചരക്ക് ദുനിയാവിൽ വേറില്ലട്ടോ. റസൂലുള്ള പറഞ്ഞെന്താ, ഈ ദുനിയാവിൽ അദ്ദുനിയാ മതാഉൻ വ ഖൈറു മതാഇ ദുനിയാ അൽ മർഅത്തു സാലിഹാ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അല്ലാഹു വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം അൽ മർഅത്തു സാലിഹ, സൽക്കർമ്മിണിയായ പെണ്ണാണ്. അതിനോളം നല്ല സാധനം ഒന്നുമില്ല. ബാക്കിയൊക്കെ മത്താവുൽ ഹയാത്തി ദുനിയ, മത്താവുൽ ഗുറൂറാണ്, വഞ്ചിക്കപ്പെടുന്ന ചരക്കാണ്. ബാക്കിയൊക്കെ ആരോഗ്യം വഞ്ചിക്കും, സൗന്ദര്യം വഞ്ചിക്കും, കഴിവ് വഞ്ചിക്കും, സ്ഥാനമാനങ്ങൾ വഞ്ചിക്കും. പക്ഷേ വഞ്ചിക്കാത്ത ഒന്നുണ്ട്, അത് ധാർമ്മിക ബോധമാണ്. അത് നിങ്ങളെ മരണത്തോടു കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കൂടെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ആയിരിക്കണം, അതാണ് ധാർമ്മികത. സ്വർഗത്തേക്ക് പോകേണ്ട പെണ്ണ് വിനയമുള്ളവളാണ്, നല്ല സ്നേഹമുള്ളവളാണ്, ക്ഷമാശാലിനിയാണ്, ആസ്വദിപ്പിക്കുന്നവളാണ്. എന്നാലോ നരകത്തിലേക്ക് പോകേണ്ട പെണ്ണ് അതാരാ? റസൂലുള്ള പറയുന്നു, ശർറു നിസായിക്കും, നരകത്തിലേക്ക് പോകേണ്ട ഏറ്റവും മോശപ്പെട്ട പെണ്ണ് അൽ മുതബർരിജാത്ത് അൽ മുതഖയ്യിലാത്ത് വഹുന്നൽ മുനാഫിഖാത്ത് ലാ യദ്ഖുൽ ജന്നത മിൻഹുന്ന. അവരാരാ? അൽ മുതബർരിജാത്ത്, അവര് ഭയങ്കരമായ ആർഭാട വിഭൂഷിയാണ്. 24 മണിക്കൂർ ആർഭാട, ബാക്കി മുത്തഖയ്യിലാത്ത് പൊങ്ങച്ചും, ആർഭാടും പൊങ്ങച്ചും, ആർഭാടം പൊങ്ങച്ചും. ലോകത്തെ ഏറ്റവും മോശപ്പെട്ട പെണ്ണാണ്. അത് നിങ്ങളാണോ എന്ന് ഇപ്പം ചോദിക്കണം. നിങ്ങളെ മനസാക്ഷിയോട് നിങ്ങൾ നെഞ്ഞത്ത് കൈവയ്ക്കുക. എന്തിനു വന്നു ഈ കുടുംബസംഗമത്തിൽ? എന്ത് ലാഭമുണ്ടായി? ഞാൻ വിനയമുള്ളവളാണോ? ഞാൻ ക്ഷമാശാലിനിയാണോ? ഞാൻ പരസ്പരം അങ്ങേയറ്റം ആസ്വദിപ്പിക്കുന്ന പെണ്ണാണോ? ഒക്കെ ഒന്ന് പരിശോധിക്കണം. മരിച്ചിട്ട് കുറച്ചാൾക്കാർ കൂടിയിട്ട് മയ്യത്താണ്ട് കവറിൽ കൊണ്ടുപോയി വെച്ച് എല്ലാവരും കൂടി 3 പിടി മണ്ണുമ്പായിട്ട് തസ്ബീത്തും ചെല്ലിങ്ങ് പോന്നാ കിട്ടുമോ സ്വർഗം? ജീവിക്കണ്ടേ? കിട്ടട്ടെ. നമ്മളിപ്പോൾ ഈ പ്രസംഗത്തിൽ ലക്ഷ്യതല്ലേ, ഞാൻ ഈ പറഞ്ഞ വിഷയമല്ലേ? പെണ്ണേറ്റവും നന്നാവണം, സ്വർഗത്തിലേക്ക് പോകണം, നമ്മളുടെ കൂടെ നമ്മളുടെ സഹധർമ്മിണിയായി ഓൾ വേണം. വേണ്ടേ? വേണം, സംശയമില്ല, വേണം. നിങ്ങൾക്ക് അവിടുന്ന് ഓളെ കിട്ടേണ്ടി വരും, നിങ്ങൾ ആഗ്രഹിക്കും. അത്രമാത്രം മനോഹരിയായിരിക്കും അവൾ, അത്രമാത്രം. അവിടെ ചെന്നാൽ പിന്നെ ഒരു പണിയില്ലല്ലോ, ഇവിടുത്തെ മാതിരി പണിയൊന്നും അന്വേഷിച്ചെടുക്കണ്ട. അവിടെ നിങ്ങൾ ജോലിയൊന്നുമില്ലല്ലോ, അവിടെ നിരല്ല, ഉറക്കല്ല, അപ്പിടണ്ട, മൂത്രയിക്കണ്ട, ഒരു പണിയും സ്വർഗത്തിലില്ല. ലാ തശീബു അബദൻ, ഒരിക്കലും നരബാധിക്കൂല കേട്ടോ, പേടിക്കണ്ട, നരബാധിക്കൂല. നല്ല ആരോഗ്യം, ഒലതംറദു അബദൻ, ഒരിക്കലും രോഗം വരൂല, ഒരു ജലദോഷം പോലും സ്വർഗത്തിൽ ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ ഇതെല്ലാം ഉണ്ടല്ലോ. രാത്രിയാണോ ഉറങ്ങും വേണോ? സ്വർഗത്തിൽ ഉറക്കില്ലല്ലോ. അല്ല, സുഖ 24 മണിക്കൂർ സുഖമായിട്ട് ജീവിക്കുക കേട്ടോ, അടിച്ച് പൊളിച്ചിട്ട്. അതിന് ഇവിടെ എന്താക്കണം? അള്ളാൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുക. ഇവിടെ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ചാലോ നരകത്തേക്ക് പോവാ. മയ്യത്തണ്ട് കൊണ്ടുപോകുമ്പോൾ അപ്പം മനസ്സിലാവും ഏത് മയ്യത്തങ്ങോട്ട് കൊള്ളുമ്പോഴേ മരിക്കുന്നതിന് മുമ്പ് തന്നെ വരും, ഞാൻ പറയാം. അപ്പോൾ ഏറ്റവും മോശപ്പെട്ട പെണ്ണാരാണ്? അൽ മുതബർരിജാത്ത് അൽ മുതഖയ്യിലാത്ത്. ആർഭാടവും പൊങ്ങച്ചവുമായി നടക്കും ചില പെണ്ണുങ്ങൾ. കണ്ടില്ലേ നിങ്ങൾ? പ്ലക്ക് ചെയ്ത് ലഅന റസൂലുള്ളാഹ് അന്നാമിസാത്ത്, ഈ പിരികം പ്ലക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളെ റസൂലുള്ളാഹ് ശപിച്ചിട്ടുണ്ട്. അറിയോ? അള്ളാഹു കൊടുത്ത ആ അവസ്ഥയിൽ മാറ്റം വരുത്തരുത് നിങ്ങൾ. അതാണ് പൊങ്ങച്ചക്കാരികൾ. മുമ്പ് ചുരിദാറിൻ്റെ അവസാനത്തെ തലക്കൊരു വെട്ടുടിങ്ങിനി അല്ലേ?
കാരണം കാല് തമ്മിൽ വെച്ചുത്താണ്ടൊക്കെ. ഇപ്പം എന്താ സ്ഥിതി? ഓളെ കുപ്പായത്തിൻ്റെ സ്ഥിതി നിങ്ങളൊന്ന് പോയി നോക്കേണ്ടി. എൻ്റെ മോൾതായാലും നിങ്ങളെ മോൾതായാലും ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇപ്പം ഇവിടെ എത്തിക്കണം. സ്കൂട്ടറിലൊക്കെ ഇങ്ങനെ കയറിയാൽ ഇങ്ങനെ പാറി പോണത് കാണാം. ഇനി 2 കഷ്ണം നാളെ മറ്റന്നാളാവും ഒട്ടിക്കുന്നത്. മുന്നിലൊന്ന് ഒട്ടിക്കും, ബയ്യിലൊന്ന് ഒട്ടിക്കും, എന്നിട്ട് പോകും. പിന്നെ ബയ്യത്ത് പാറിപ്പോയാൽ അവൾ അറിയില്ല. അക്കോലത്തിലാകാൻ പോവുക. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റൂസഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്ന. പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രധാരണം പൊങ്ങച്ചത്തോടു കൂടി നടത്തുന്ന പെണ്ണുങ്ങൾ. നിസാഉൻ ചില പെണ്ണുങ്ങളുണ്ട് കാസിയാത്തുൻ ആരിയാത്തുൻ ഉടുത്തിട്ടുണ്ട്, എന്നാൽ ഔറത്തൊക്കെ പുറത്താണ്. അങ്ങനത്തെ പർദ്ദധാരികളുണ്ട് ഇല്ലേ? പർദ്ദട്ടല്ലേ ഉണ്ട്. ബോഡി ഷേപ്പ് പർദ്ദ. ഓരോ സാധനം എത്ര ഉണ്ട് എന്ന് ബോഡി ആ പർദ്ദട്ടോലി ഇതെന്ന് അറിയും ഇല്ലേ? അതൊന്നും നേരായ പർദ്ദല്ല. മുമ്പുണ്ട് സൗദി അറേബ്യയിൽ നിന്ന് അതൊക്കെ ഇറങ്ങല് ഈ എല്ലാ വേണ്ടാത്തരും. ഇപ്പം ജിന്നിറങ്ങിയത് അവിടെ തന്നെ എടാ. അപ്പം പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. എല്ലാ ഒരു പർദ്ദല്ലേ അപായം. അപായം എന്താ എങ്ങനെ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഓട്ടയാണ് അപായം പർദ്ദ. മനസ്സിലായി? ബാംഗ്ലൂർ അതാ റസൂലുള്ള പറഞ്ഞത് നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ. എല്ലാ ഗോവിന്ദച്ചാമികൾ ഉണ്ടാവും ഇവിടെ. നാട്ടിൽ ഗോവിന്ദച്ചാമിയും അമീറുൽ ഇസ്ലാം ഉണ്ടാവുകയും നിങ്ങൾ പേടിക്കണ്ട. അത്രമാത്രം വഷളാണ് പെണ്ണുങ്ങളുടെ സ്വഭാവം. ഒരു നല്ല പെണ്ണല്ലെങ്കിൽ 20 വയസ്സുവരെ വീട്ടിൽ വളരുമ്പോൾ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ 20 വയസ്സുകൊണ്ട് 20,000 ചെറുപ്പക്കാരെ അവൾ വശീകരിച്ചിട്ടുണ്ടാവും പല കോലത്തിലും. ഇത് ബികോം, ഓള് ബികോമിന് പഠിക്കും, കുറേ ആളുകൾ കോമാവും. ഇതൊക്കെ നിങ്ങളെ പുരകളുടെ. ഇപ്പം എന്നോട് ദേഷ്യം പിടിക്കണം കേട്ടോ. നിങ്ങൾക്ക് ദേഷ്യം തോന്നുകയാണെങ്കിൽ റസൂലിനോട് തോന്നണം കേട്ടോ. അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. കാരണം നിങ്ങളെ കണ്ടിട്ട് ഇവിടെ ഈ വെളിച്ചം കൊണ്ട് കാണില്ല, അതെ ഫേസ് റീഡിങ് കിട്ടുന്നില്ല. അപ്പോൾ എന്തായിരുന്നാലും നല്ല പെണ്ണുങ്ങൾ ഇവരൊക്കെ നല്ല മാറണം, സ്വർഗം വേണമെന്ന് ആഗ്രഹിച്ച് നടക്കണമല്ല. അതുകൊണ്ട് അന്യ പുരുഷന്മാരെ ആകർഷിക്കത്തക്ക രൂപത്തിൽ വസ്ത്രധാരണം ചെയ്യരുത്. ലാ യദ്ഖുൽനൽ ജന്ന, സ്വർഗത്ത് കയറൂല. വസ്ത്രധാരണം മതി സ്വർഗത്ത് പോകണ്ടൊക്കെ. ഭർത്താവിൻ്റെ അടുത്ത് വരുമ്പോഴോ നല്ല അത്തറൊക്കെ പുരട്ടി സുഗന്ധമൊക്കെ പൂശി എന്താ പറയുക നൈറ്റിയൊക്കെ ഇട്ട്, നൈറ്റ് ഡ്രസ്സില്ലേ ആ പളവളപ്പുള്ളത്, ഏത് വയസ്സെത്തിയും. ചിലവർ ഞമ്മക്കൊക്കെ വയസ്സായില്ല, ഇനിയിപ്പോൾ എന്താ നിങ്ങൾ പോയി കൊലായി പോയി കിടന്നോളി അറിയരുത്. ചിലർ അങ്ങനെ ഉണ്ട്. മക്കളൊക്കെ എത്തും ബാപ്പ കൊലായിൽ അല്ല, എന്നിട്ട് ആ സാധു വയസ്സൻ ആ കൊലായിൽ കുത്തുണ്ട് എന്നിട്ട് കാവൽക്കാരൻ്റെ നായി കുരക്കുമ്പോൾ കുരക്കുക. ആ സാധുവിൻ്റെ സ്ഥിതി നോക്കണം. അപ്പം അത് ചെയ്യണ്ട കേട്ടോ. നല്ല പെണ്ണുങ്ങൾ പറഞ്ഞാൽ പൊങ്ങച്ചക്കാരികളല്ല, അവൾ ആർഭാട വിഭൂഷിയായി ജീവിക്കുന്നവളല്ല. ആർഭാടവും പൊങ്ങച്ചവും വന്നാൽ റസൂലുള്ള പറയുന്നു വഹുന്നൽ മുനാഫിഖാത്ത്, അവരുടെ മനസ്സിൽ കാപ്പട്യം കയറും. ആ പെണ്ണും ലാ യദ്ഖുൽ ജന്ന, സ്വർഗത്ത് കയറൂല. സ്വർഗത്ത് കയറണമെങ്കിൽ എന്ത് വേണം? വസ്ത്രധാരണം ശരിയാണ്. അപ്പോൾ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യപൂർവ്വം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിക്കുക. ഒന്ന്. ഇനി ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. മക്കൾ എത്ര ഉയർന്നവരായിരുന്നാലും ഭാര്യമാരെ നിങ്ങൾ തള്ളി പറയരുത് കേട്ടോ. നിങ്ങളെ ഭർത്താക്കന്മാരെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഉരീതു അന്നാർ, നരകം അള്ളാഹു എൻ്റെ മുമ്പിൽ കാണിച്ചു തന്നു. അതുവരെ മരിച്ചു പിരിഞ്ഞവരിൽ എത്ര ആളുകൾ ആണും പെണ്ണും നരകത്തിലുണ്ടെന്ന് റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അക്സറു അഹ്ലുഹാ അന്നിസാ, അധികം നരകത്തിലെ ആളുകളും സ്ത്രീകളായിരുന്നു. ആ പെണ്ണുങ്ങൾ ചോദിച്ചു റസൂലേ, എന്തിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇത്രമാത്രം നരകത്തിൽ കയറേണ്ടി വന്നത്? ഞങ്ങൾ ധാർമ്മിക രംഗത്ത് പ്രബോധന രംഗത്ത് നിറഞ്ഞു നിന്ന് സാന്നിധ്യമായി നിന്നിട്ടില്ലേ? നിങ്ങൾക്ക് സേവനം ചെയ്തിട്ടില്ലേ? യുദ്ധരംഗത്ത് മയ്യത്ത് കഫൻ ചെയ്യാനും മയ്യത്തിൻ്റെ രോഗത്തിന് വേണ്ടി ചികിത്സിക്കാനും ഞങ്ങൾ വന്നിട്ടില്ലേ? ഉദാവിയൽ ജുർഹി, മുറിവ് പറ്റിയവരെ ഞങ്ങൾ ചികിത്സിച്ചിട്ടില്ലേ? നഴ്സിംഗ് ഡ്യൂട്ടി നടത്തിയിട്ടില്ലേ? എന്തിൻ്റെ പോരായ്മയാണ് ഞങ്ങൾക്കുള്ളത്? നിങ്ങളെ കൂടെ നമസ്കരിച്ചില്ലേ? ഹജ്ജിന് വന്നില്ലേ? ഉംറക്ക് വന്നില്ലേ? എന്തിൻ്റെ പേരിൽ നരകത്തിലാക്കുന്നു? റസൂലുള്ള മറുപടി പറഞ്ഞു തക്ഫുർനൽ അശീറ, ഭർത്താക്കന്മാരോട് നന്ദി കേട് പറയും നിങ്ങൾ.
ഭർത്താക്കന്മാർ എന്ത് ചെയ്തു കൊടുത്താലും ഒരു നേരം ചെയ്യാണ്ടെന്നാ മതി. ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടൊന്നല്ല, അങ്ങനെ അല്ല നമ്മളെ തെറ്റിച്ചു. ഞാൻ നിങ്ങളെയൊന്നും കണ്ട എൻ്റെ ആങ്ങളാരിങ്ങനെ ആഴ്ചയിൽ ഇവിടെ വരുന്നതിനെ കൊണ്ട് ഞാനങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾക്ക് സത്യത്തിൽ അടിക്കാണ്ടക്കാൻ തോന്നും, പക്ഷെ അടിക്കണ്ട കേട്ടോ. അടിച്ചാൽ നരകം നിങ്ങൾക്ക് ഉറപ്പായി. നിങ്ങളെ കാര്യം സീട്ട് കയറും. ഓളെ വർത്താനം കേട്ട് അടിച്ചുകൂടണ്ട. ആണുങ്ങൾക്ക് ചിലപ്പം അടിക്കാനൊക്കെ തോന്നും. അതുകൊണ്ടല്ലേ നബി പറഞ്ഞ പോലെ തദ്രീബിൽ വജ്ഹ, അടിക്കരുതോളെ. അടിക്കരുത് മാത്രമല്ല, വല തുക്കബി ഫിൽ ജയിരി, ആളെ മുമ്പിൽ വെച്ച് ചീത്ത അറിയരുത്. ചില ആളുകൾക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. ഓളോട് പറയും എൻ്റെ പെങ്ങളെ കണ്ടുപഠിക്ക്, എൻ്റെ ഉമ്മനെ കണ്ടുപഠിക്ക്, ഓളിപ്പോൾ പഠിക്കും, ഓൾ നന്നാവില്ല കേട്ടോ. അങ്ങനെ പറയരുത് കേട്ടോ. നിങ്ങൾ വേറൊരാളെ റോൾ മോഡലായിട്ട് ഓൾക്ക് കാണിക്കണം. എൻ്റെ മോള്, എൻ്റെ പെണ്ണ്, ഓൾ നന്നാവും, ഞാൻ പറഞ്ഞാൽ നന്നാവും. ഫൈലൂഹിനെ നല്ല ഉപദേശം കൊടുത്താൽ മതി, നന്നാവും. ഏത് പെണ്ണും നന്നാവും. ലോകത്ത് നമ്മൾ ഉപദേശിക്കില്ലല്ലോ ഭർത്താക്കന്മാരിങ്ങനെ. ജി നന്നാവില്ല, പ്രതീക്ഷയില്ല. ജി നന്നാണ് എൻ്റെ വാപ്പുണ്ടല്ലോ കള്ള കഴിവേറി, അങ്ങനൊക്കെ അറിയാം. അയാൾ അറിയും കൂടില്ല, പാവ കെട്ടിച്ചു കൊടുത്താൽ അന്ന് അങ്കത്തുക്കാ നിക്കാഹ എന്നൊക്കെ പറഞ്ഞു. ഓൻ പറഞ്ഞു നിക്കാഹ, ഇപ്പം പറഞ്ഞു നിക്കാഹ, പറഞ്ഞോൻ പറഞ്ഞു നിക്കാഹ, അതിനൊന്നും എന്നെ കൊണ്ടാവൂല. അങ്ങനെ കെട്ടിച്ചു കൊടുത്ത് പാവം. ഇപ്പം അയാളെ ചീത്തറിയാം അല്ലേ? അതിനൊന്നും ആവശ്യമില്ല ഉണ്ടോ? അപ്പം അതുകൊണ്ട് ഭാര്യമാരെ അങ്ങനെ കുറ്റപ്പെടുത്തി ശകാരിച്ച് സംസാരിക്കരുത്. പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കുക. ഏറ്റവും നല്ല സൽസ്വഭാവം ഭർത്താവ് ഭാര്യയോട് കാണിക്കുക കേട്ടോ. നാട്ടിലുള്ള നമ്മളോടല്ല. നമ്മളൊക്കെ വേണ്ടി സേവനം ചെയ്യുന്നേക്കാൾ സേവനം ചെയ്യേണ്ടത് നിങ്ങളെ ഭാര്യക്കാണ്. ഓളങ്ങൾ ബഹുമാനിച്ചും ആദരിച്ചും സ്നേഹിച്ചും മുന്നോട്ട് കൊണ്ടുപോയാൽ സ്വർഗത്തിലെത്തങ്ങളെ ജീവിതം കേട്ടോ. അപ്പോൾ ഭാര്യമാരോട് പറഞ്ഞു വന്ന കാര്യം, മക്കൾ എത്ര ഉയരത്തിലെത്തിയാലും, മക്കൾ എത്ര ഉന്നതന്മാരായാലും, മക്കൾ എത്ര വലിയ ശമ്പളക്കാരനായാലും നിങ്ങളെ ഭർത്താവിനെ മാറ്റി നിർത്തി ചിന്തിക്കരുത്. ചിലർ അങ്ങനെ ഉണ്ട്, ചില പെണ്ണുങ്ങൾ. ഓൻ പറഞ്ഞ് കേക്കീന്ന് നിങ്ങൾ ഓൻക്ക് അങ്ങളെക്കാൾ വിവരം പറയരുത് കേട്ടോ. ആ നന്ദി കേട് നിങ്ങൾ പറയരുത്, നരകത്ത് പോകും നിങ്ങൾ കേട്ടോ. ചിലപ്പോൾ ഓന് ഇവരേക്കാൾ വിദ്യാഭ്യാസപരമായി ഭൗതികമായൊക്കെ അറിവുണ്ടായി വരും, പക്ഷെ പറയരുത് കേട്ടോ. ആ മനുഷ്യൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം അറിയണം നിങ്ങൾ. ഇപ്പോഴുള്ള പെണ്ണുങ്ങൾക്കൊന്നും ഭർത്താവിൻ്റെ കുപ്പായത്തിൻ്റെ മണമൊന്നും അറിയില്ല, അറിയോ? കാരണം ഒക്കെ വാഷിംഗ് മെഷീനാണ് തിരുമ്പുണ്ട്. മുമ്പ് അങ്ങനല്ല. മുമ്പ് ഭർത്താക്കന്മാരെ അടുത്ത് കൂടെ പോയാൽ ഒക്കെ അറിയാം അല്ലേ? മുമ്പ് നമ്മളമ്മ, നിങ്ങളൊക്കെ പറയല്ലേ, എൻ്റെ അമ്മ ഒരു ചമ്മന്തി ഉണ്ടാക്കിയ ആ ചോറ് കഴിക്കാൻ വല്ലാത്ത രസമാണ് അല്ലേ നമ്മളമ്മ. എന്താ കാരണം അറിയോ? ഉമ്മ അരക്കുമ്പോൾ തൻ്റെ നെഞ്ഞും കൂട്ടി അരച്ചിട്ട് ഇതിൻ്റെ പിയാപ്പൾക്ക് ഇഷ്ടപ്പെടണം, എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെടണം, എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെടണം വിചാരിച്ചിട്ടുണ്ടാക്കിയതാ. ഇപ്പോൾ ഉള്ള പെണ്ണുങ്ങളല്ല. ഇതിലേക്ക് ഇടുക, വേണേയും കൂട്ടിക്കോ എന്നതിൻ്റെ അർത്ഥം. വേണേയും തിന്നോ, നിങ്ങൾ എല്ലാം കൂടി മിക്സിയിലിട്ട് തേങ്ങയും മുളകൊക്കെ കറണ്ട് പോയി. ഉടനോളെന്താ പറയുക അറിയോ? ഇന്ന് കറി ഉണ്ടാക്കിയില്ല. എന്തേ? കറണ്ട് പോയി. കറണ്ടോണ്ടായോ കറി ഉണ്ടാക്കുന്നത്? കറണ്ട് പോയിക്കണം. അപ്പോൾ പാർസൽ ആയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ പാർസലിന് പോകുക തന്നെ, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവും. ഇപ്പം പാർസലിന് പോയി ഇപ്പം നമ്മളെന്തായി? ക്യാൻസർ രോഗികളായി. ഇപ്പോൾ പുരയിലെല്ലാത്തിനും കിഡ്നി ഫെയിലിയറാണ്. സകലിനും 18 വയസ്സ് 20 വയസ്സ് 25 വയസ്സൊക്കെ ആകുമ്പോൾ അറ്റാക്ക് അടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക ഗൾഫിൽ നിന്നൊക്കെ അല്ലേ? ഒരുപാട് പറയേണ്ട വിഷയം അത്. വളരെ ചുരുക്കി ഇപ്പോൾ പറയട്ടെ. ഭർത്താക്കന്മാരെ നിന്ദിച്ചും നന്ദികേടോടുകൂടി മക്കൾ എത്ര ഉയർന്നവരായാലും പറയരുത് കേട്ടോ. ഭർത്താവിന് നിങ്ങളെ കുടുംബത്തിൻ്റെ ഗൃഹനാഥനായി, നിങ്ങളെ സ്വർഗത്തിലെത്തേണ്ട ഇമാമായി നിങ്ങൾ കാണുക. ഞാൻ ഓതി വെച്ച ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നാളെ പരലോകത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ കോടതിയിലെത്തി സ്വർഗം പോകാൻ വിധിയുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ പറയുന്നൊരു കാര്യം ഇതാ ഖുർആൻ ഇങ്ങനെ പറയുന്നു: വഅഖ്ബല ബഅലുഹും അലാ ബഅലിൻ യതസാഅലൂൻ. ദുനിയാവിൽ ജീവിച്ചു, ദുനിയാവിൽ നിന്ന് മരിച്ചു. മരിക്കുമ്പം അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളായി 70,000 മലക്കുകൾ ഒരു റൂഹ് കൊണ്ടുപോകാൻ അള്ളാഹുവിൻ്റെ ഭൂമിയിലേക്ക് ഇറങ്ങും. ഒറ്റ റൂഹ് കൊണ്ടാകാൻ 70,000 മലക്കുകൾ. ആ 70,000 മലക്കുകളിൽ ഒരാൾ നമ്മളുടെ റൂഹ് കൊണ്ടുപോകും. അവരിങ്ങോട്ട് അത് കൊണ്ടാകാൻ വേണ്ടി വരുന്ന മലക്കുകളുടെ കയ്യിൽ മാഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, സ്വർഗത്തു നിന്നുള്ള കഫൻ തുണിയേറ്റാ ഒരു വരിക മലക്കുകൾ. മനസ്സിലായി? വഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗത്തിലുള്ള വാസനദ്രവ്യേറ്റാ വരിക. മനസ്സിലായി? സ്വർഗത്തിലുള്ള സെൻറ്റില്ലേ അതേറ്റാ വരിക. എന്തിന്? റൂഹ് കൊണ്ടാകാൻ കേട്ടോ. എന്നിട്ട് ആ റൂഹ്
അവിടുന്ന് കൊണ്ടുവന്ന കഫൻ തുണിയില്ലേ, അതിൽ റൂഹ് പൊതിയും, എന്നിട്ടാ പോവുക. റൂഹ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒന്നാം ആകാശത്ത് ചെല്ലുമ്പോൾ മലക്ക് വയ്ക്കുന്നത് ആരാണ്? മഹാദർ റൂഹുൽ തയ്യിബ്, ഈ വിശുദ്ധനായ റൂഹ് ഏതാണ്? അപ്പോൾ പറയും ഫുലാനുബിന് ഫുലാൻ, ഇന്നാളെ മോൻ ഇന്നാളാ. പേരോ പേരും പറയും. അപ്പോൾ അവിടെ പേര് പറഞ്ഞു കൊടുക്കാൻ അവിടെ കുട്ടിക്ക് പേരിടുന്നത് അത് നല്ലോണം ആലോചിച്ചിട്ടോളേണ്ടി പേര്, അല്ലാണ്ട് അട ഉടി എന്നുണ്ടണ്ട കേട്ടോ. ചിലവർ കുട്ടിക്ക് പേരില്ല അങ്ങനെ ഡിംഡ ബുഡുംഡ. എന്താണ് ചെക്കൻ്റെ പേര്? ജുഡോ, മറ്റേതോ ജുഡി, മറ്റേതോ പിടി ഇടി ഒന്നും ഇടണ്ട. കാരണം അവിടെ മലക്കേക്ക് കൊടുക്കേണ്ട പേരാത് കേട്ടോ. അതുകൊണ്ട് പേരിടുമ്പോൾ അതുകൊണ്ടാണ് നബി പറഞ്ഞത് അഹ്സിനു അസ്മാക്കും, നല്ല പേരിട്ട് കൊടുക്കണം. അപ്പോൾ മൂപ്പർക്ക് അബ്ദുറഹ്മാൻ എന്നിട്ട് എനിക്ക് അബ്ദുൽ ലത്തീഫ് എന്നിട്ട് കേട്ടോ. അതാണ് അസ്മാഉൽ ഹുസ്ന കേട്ടോ. നല്ല നല്ല പേരിട്ട് കൊടുക്കണം. നല്ല നല്ല പേരിട്ട് കൊടുത്താൽ കുട്ടികൾ ക്യാമ്പസിൽ നിന്ന് കേട് വരില്ല. മോമൂട്ടി എത്ര കേട് വന്നാലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. മോമൂട്ടി മമ്മൂട്ടി അല്ലേ, നേരെ മറിച്ച് ഇപ്പോൾ മോമൂട്ടിനെ മമ്മൂട്ടിയാക്കിയില്ലേ അല്ലേ. ഞാൻ സിനിമ നടന്ന കാര്യമല്ല കേട്ടോ പറഞ്ഞ്. ഇപ്പം കയ്യൂം കയ്യൂം അബ്ദുൽ കയ്യൂം എന്ന് പേരിട്ടാൽ കുട്ടികൾ അവിടെ ക്യാമ്പസിൽ പോയാൽ പേരെന്താ വെച്ചാൽ കയാം. ഓൻ വലിയൊരു കയത്തിലേക്കാണ് പോകും. കയാം, ഒമറൽ കയാം അല്ലേ. നല്ല പേരിട്ട് കൊടുത്താൽ തന്നെ കേടുവരുത്തുന്ന കുട്ടിയാ. പിന്നെ എനിക്ക് മോശം പേരിട്ട് കൊടുത്താലോ? അപ്പോൾ നല്ല പേരിട്ട് കൊടുക്കുക. എന്തിനാ നല്ല പേരിട്ട് കൊടുക്കുന്നത്? പരലോകത്ത് പേര് കൊടുക്കാൻ. ഒന്നാം ആകാശത്ത് പേര് കൊടുത്തു. മടക്ക തുറക്കും അള്ളാൻ്റെ കവാടം. ഈ റൂഹിന് വേണ്ടി മരിച്ച എറണാകുളത്ത് നിന്നൊരു മുജാഹിദിൻ്റെ മയ്യത്ത് കൊണ്ടാകാൻ 70,000 മലക്ക് വന്നു, കഫൻ തുണിയേറ്റ് വന്നു, പൊതിഞ്ഞു, ഒന്നാം ആകാശത്ത് ചെന്നു, തുറന്നു. രണ്ടാം ആകാശത്ത് ചെല്ലുമ്പോൾ ചോദ്യം ആവർത്തിക്കും. അങ്ങനെ 7 ആകാശം കഴിയുമ്പോൾ 7-ാം ആകാശത്തെത്തുമ്പോൾ സിദ്റത്തുൽ മുൻതഹ ഉണ്ട്. നിങ്ങൾക്കറിയാം, ഇന്നൽ അബ്റാറ ലഫീ നഈം, പുണ്യം ചെയ്ത് ജീവിച്ച അള്ളാഹുവിൻ്റെ വിശുദ്ധരായ മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ നഈമായ അനുഗ്രഹീതമായ സ്വർഗത്തോപ്പിലാണ്. അവർക്ക് കിതാബുൻ മർഖൂം, അവർക്ക് നമ്പർ ഇട്ട് വെക്കാൻ ഒരു സ്ഥലമുണ്ട്. റൂഹേ നമ്മളാണ്ട് കൊണ്ടുചെന്നത് അവിടെ ചെന്നാൽ നമ്പർ ഇട്ടിട്ട് പോലെ റൂഹ് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അപ്പോഴേക്കും നമ്മളെ മയ്യത്തെ നമ്മൾ കുളിപ്പിച്ച് നമ്മൾ കഫൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോയി മറാടും. അപ്പോൾ ഒരു കലക്റ്റിന് ഇവിടെ എത്തും. അത് മോശപ്പെട്ട മയ്യത്തിന് സ്ഥിതി തന്നെ. പക്ഷെ മോശപ്പെട്ട മയ്യത്തിന് വേണ്ടി അള്ളാൻ്റെ ആകാശം തുറക്കൂല. ലാ തുഫത്തഹു ലഹും അബ്വാബ സമാ, ഉപരിലോകത്തിൻ്റെ കവാടം അവർക്ക് വേണ്ടി തുറക്കൂല. മലക്ക് 70,000 വരും. സ്വർഗത്തിൽ നിന്നുള്ള കഫൻ തുണിയല്ല, നരകത്തിൽ നിന്നുള്ള ഒരു കരിമ്പടയിട്ടാ വരിക. ഒരാണ് കൈ കൊണ്ട് തൊടൂല, ആത്മാവിനോട് തൊടൂല. അഹ്രിജു അംഫുസക്കും, പുറത്താക്കടോ എന്നെ റൂഹ്, കൈകൊണ്ടോൽ തൊടൂല, അറപ്പ് തോന്നും. അതുമാത്രമല്ല, ഒരല്ലാഹിനെ ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യൻ മരിച്ചാൽ അള്ളാഹിൻ്റെ വാനലോകത്തുള്ള മലക്കുകൾക്ക് മുഴുവനും നാറിയിട്ട് നിങ്ങൾക്ക് കളി ഉണ്ടാവില്ല. ഈ നഫ്സുൽ ഖബീസ് മരിച്ചാൽ കേട്ടോ. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകണ്ടേ? കുടുംബസമേതം പണിയെടുത്തോളി. അപ്പം നാളെ അങ്ങനെ പണിയെടുത്തിട്ട് അവിടെ സ്വർഗത്തിൽ നഈമിൽ നമ്മളുടെ നമ്പർ ഇട്ടാൽ വാഖ്ബല ബഅ്ലുഹും അലാ ബഅ്ലിൻ യതസാഅലൂൻ, സ്വർഗത്തിൽ കയറിയാൽ നമ്മൾ പരസ്പരം ചർച്ച ചെയ്യും. അപ്പം എന്താ പറയുന്നത്? ചർച്ചയിൽ സ്വർഗത്തിൽ കയറിയാൽ ഖാലു, അവർ പറയും, ഇന്നാ കുന്നാ ഫീ അഹ്ലിനാ മുഷ്ഫിഖീൻ, ഇന്നാ കുന്നാ ഖബൽ, മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളായിരുന്നു ഫീ അഹ്ലിനാ മുഷ്ഫിഖീൻ, കുടുംബത്ത് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചവരായിരുന്നു പടച്ചോനെ. അതുകൊണ്ട് ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം, പടച്ചവനെ ഞങ്ങളെ നീ അനുഗ്രഹിച്ചു, സ്വർഗത്തിലാക്കി. അൽഹംദുലില്ലാ അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ, ദുഃഖമെല്ലാം പോക്കിത്തന്ന അല്ലാഹുവേ നിനക്ക് സ്തുതി. വവഖാനാ അദാബസ്സമൂം, രോമകൂപങ്ങളിൽ തുളച്ചു കയറുന്ന അതിശക്തമായ നരകാഗ്നിയുടെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകിയ അല്ലാഹുവേ, അല്ലാഹുവിന് സ്തുതി. അതിന് കാരണം ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉ, ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചത് മുഴുവനും പടച്ച തമ്പുരാനായിരുന്നു. അപ്പോൾ കുടുംബസമേതം അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടി സ്വർഗത്തോപ്പിലേക്ക് പോകാൻ കഴിയുക എന്ന ഭാഗ്യം കിട്ടാൻ ഭാര്യ ഭർത്താക്കന്മാരും മക്കളും പേരമക്കളും കുടുംബാംഗങ്ങളും ഒന്നിച്ച് നിന്നുകൊണ്ട് ഐക്യത്തോടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുത്താൽ സ്വർഗത്തിൽ നമുക്ക് ഒന്നിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിൻ്റെ അവർണ്ണനീയമായ സ്വർഗപ്പൂങ്കാവനത്തിൽ ഇടം ലഭിക്കുന്ന നല്ല മനുഷ്യരിൽ, നല്ല മുഅ്മിനുകളിൽ, നല്ല മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ജ്യേഷ്ഠന്മാർ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഉമ്മമാർ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഇൽമിൻ്റെ മജ്ലിസിൻ്റെ മഹത്തായ മഹലായ ഫഅലുകൊണ്ട് പടിവിട്ടിറങ്ങിയ നമ്മുടെ മാതാപിതാക്കൾക്കും ഗുരുബോധന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും അല്ലാഹു പരലോകത്ത് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാൻ, ഈമാനോടുകൂടി യാത്ര പോകാൻ അല്ലാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. സ്വർഗത്തിലേക്കുള്ള 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടി ദുനിയാവിൽ നിന്ന് വേർപിരിയാൻ അല്ലാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. വലത് കൈയിൽ കർമ്മരേഖ സ്വീകരിച്ച് സ്വർഗം പോകുന്ന വിശ്വാസികളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒത്തുകൂടൽ അല്ലാഹുവിൻ്റെ സ്വർഗത്തോപ്പിലും ഒത്തുകൂടാൻ അല്ലാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. ഇതൊരു സാലിഹായ അഅ്മാലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ക്ലാസ് എടുത്ത അബ്ദുൽ ലത്തീഫ് മൗലവിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.